നമസ്കാരം. NV ബയോളജി ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പിസോഡ് നമ്പർ 6 ആണ്. വരാൻ പോകുന്ന ചൊവ്വാഴ്ച മുതൽ നടക്കാൻ പോകുന്ന 22 മുതൽ നടക്കാൻ പോകുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ലെസൺ മാത്രമാണിത്. നന്നായി പഠിച്ചു പോവുക. ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവർക്കും 20-ൽ 20 ലഭിക്കും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കൂ. ഐഡൻറ്റിഫൈ ദ സൈനോവിയൽ ജോയിൻറ്റ്. സൈനോവിയൽ ജോയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ലൊക്കേഷനോ ഇമ്പോർട്ടൻസോ ഏതെങ്കിലും ഒരു എക്സാമ്പിളോ എഴുതാനോ ആണ്. നമുക്കറിയാം എന്താണ് സൈനോവിയൽ ജോയിൻറ്റ് എന്നുള്ളത്. നമുക്കറിയാം സൈനോവിയൽ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൂവബിൾ ജോയിൻറ്റ്. ഫ്രീലി മൂവബിൾ ജോയിൻറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സൈനോവിയൽ ജോയിൻറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൈനോവിയൽ ജോയിൻറ്റ് പല ടൈപ്പ് ഉണ്ട് അല്ലേ? നമുക്കറിയാം അതിന് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ഉണ്ട്, ഹിഞ്ച് ജോയിൻ്റ് ഉണ്ട്, പൈവോട്ട് ജോയിൻ്റ് ഉണ്ട്, ഗ്ലൈഡിങ് ജോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന താഴെ കാണുന്ന ഈ ബോക്സിനകത്തുള്ള ഏതെങ്കിലും ഒരു ജോയിൻ്റ് ആയിരിക്കും എക്സാമിന് വെക്കുക. അത് ഏത് ടൈപ്പ് സൈനോവിയൽ ജോയിൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് സാറ് പറയും നിങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ എഴുതിക്കോളൂ എന്ന് പറയും. ചിലപ്പോൾ അത് എഴുതാൻ പറയില്ല. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതാൻ പറയും. ചിലപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറയും. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ലൊക്കേഷൻ, ഇമ്പോർട്ടൻസ് ഓർ എക്സാമ്പിൾ ഇതിനകത്തിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഒപ്പം തന്നെ ഇത് ഏത് ടൈപ്പ് സൈനോവിയൽ ജോയിൻ്റ് ആണെന്ന് ചോദിക്കും. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെർട്ടിബ്രേറ്റ് ആനിമലുകളും കാര്യങ്ങളും ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സൈനോവിയൽ ജോയിൻറ്റ്, റൈറ്റ് ദ ലൊക്കേഷൻ, ഇമ്പോർട്ടൻസ് ആൻഡ് എക്സാമ്പിൾ. ഇതിന് ഐഡൻറ്റിഫൈ ചെയ്താൽ അത് ഇന്ന ജോയിൻ്റ് ആണ്, അത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ 1 മാർക്ക് കിട്ടും. അതിനെക്കുറിച്ച് എഴുതിയാൽ അതിൻ്റെ ലൊക്കേഷനോ അതിൻ്റെ ഇമ്പോർട്ടൻസോ അതിൻ്റെ എക്സാമ്പിളോ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ 1 മാർക്കാണ്. ഇതെങ്ങനെയായിരിക്കും അറിയോ? നിങ്ങളുടെ പരീക്ഷാ ഹാളിലെ ലാബിനകത്ത് ചിലപ്പം ഹ്യൂമൻ സ്കെലിറ്റൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരിക്കാം, ഏതെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റിക്കർ ഒരു ഇമേജ് ഒരു പിക്ചർ വെച്ചിട്ടുണ്ടാകും. എക്സാമിന് ഏതെങ്കിലും ജോയിൻറ്റിൻ്റെ പിക്ചർ വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വന്ന അധ്യാപകനോട് പറയാം, സർ ഞാൻ കണ്ടു, ഈ ജോയിൻറ്റിൻ്റെ പേര് ഇന്നതാണെന്ന് എഴുതാം. എന്നിട്ട് അത് ആൻസർ ഷീറ്റിലേക്ക് എഴുതിയിട്ട് സാറ് പറഞ്ഞ ലൊക്കേഷനോ ഇമ്പോർട്ടൻസോ എക്സാമ്പിളോ എന്താ തന്നത് അത് വ്യക്തമായിട്ട് എഴുതാം. ഓക്കെ, നമുക്ക് ടോപ്പിക്കിൽ കിടക്കാം. ആദ്യം ഏത് ജോയിൻ്റാന്ന് ഞാൻ ചിത്രം കാണിക്കാം. ഏത് ജോയിൻ്റാന്ന് നിങ്ങൾ പറയൂ ഇത് ഏത് ജോയിൻ്റാ? ഇങ്ങനെ ലാബിലിംഗ് ഒന്നും പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. ഞാനിവിടെ കാണിക്കുന്ന ഇമേജുകളെല്ലാം നിങ്ങളുടെ സ്കൂളിൽ വെക്കുന്ന ഇമേജ് ആകണം എന്നില്ല. ഏകദേശം ഇതേപോലത്തെ ഇമേജുകളായിരിക്കാം വെക്കുന്നത്. അപ്പോൾ സ്കൂളിലുള്ള പിക്ചർ ഏതാണ് വെക്കുന്നത് എന്നുള്ള നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകനോട് ചോദിച്ച് അത് കണ്ടെത്തിയിട്ട് ഞാൻ പറയുന്ന ക്ലാസ് കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകൻ പറയുന്ന ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഇത് ഏത് ജോയിൻ്റാണ്? കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് സൈനോവിയൽ ജോയിൻ്റ് ആണ്? സൈനോവിയൽ ജോയിൻ്റ് ഏതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു ദ ഗിവൺ ജോയിൻ്റ് ഈസ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? നമുക്കറിയാം ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗേർഡിൽ, അല്ലെങ്കിലോ ഫീമർ ആൻഡ് പെൽവിക് ഗേർഡിൽ. ഹ്യൂമറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ കയ്യിലെ എല്ലാണ്. പെക്ടോറൽ ഗേർഡിലാണ്, തോളിലെ എല്ലുകളാണ്. ആ ജോയിന്റുകൾക്കിടയിൽ അത് കാണുന്നു. ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗേർഡിൽ കാണുന്നു. ഒരു മിനിറ്റ്. ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗേർഡിൽ കാണുന്നു. അല്ലെങ്കിൽ ഫീമർ ആൻഡ് പെൽവിക് ഗേർഡിൽ കാണുന്നു. ഫീമർ എന്ന് പറഞ്ഞാൽ കാലുമത്തെ തോടമത്തെ എല്ല്, തൈബോൺ എന്ന് പറയുന്നത്. അതിനെയും പെൽവിക് ഗേർഡിൻ്റെ ഇടത്തെയും ജോയിൻറ്റിൽ കാണുന്ന ജോയിൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനോ എക്സാമ്പിളോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാം ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെൽവിക് പെക്ടോറൽ ഗേർഡിൽ, അല്ലെങ്കിലോ ബിറ്റ്വീൻ ഫീമർ ആൻഡ് പെൽവിക് ഗേർഡിൽ നിന്ന് എഴുതുക. അല്ലെങ്കിലോ നിങ്ങൾക്ക് ഷോൾഡർ ജോയിൻ എഴുതിയാലും മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഹിപ്പ് ജോയിൻ എഴുതിയാലും മാർക്ക് കിട്ടും. തോളിലെ ജോയിൻറ്റ് അല്ലെങ്കിൽ ഊരയിലെ അരയിലെ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ഏത് ജോയിൻ്റ് ആണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഈ ചിത്രം നോക്കി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഇതേതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഇനി ചിലപ്പോൾ ചോദിക്കും നിങ്ങളോട് അതിൻ്റെ ലൊക്കേഷനോ എക്സാമ്പിളോ. ലൊക്കേഷൻ ചോദിച്ചാലും എക്സാമ്പിൾ ചോദിച്ചാലും രണ്ട് രീതിയിലും നിങ്ങൾക്ക് സെയിം മാർക്ക് കിട്ടാനുള്ള ഓപ്ഷൻ തന്നെയുണ്ട്. ഒന്നുകിൽ ഇത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗേർഡിൽ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഫീമർ ആൻഡ് പെൽവിക് ഗേർഡിൽ, അല്ലെങ്കിലോ ഇറ്റ് ഈസ് എ ഷോൾഡർ ജോയിൻ ചെയ്താൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഹിപ്പ് ജോയിൻ ചെയ്താൽ. ഇനി ഇതിന് ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇത് ഏത് ടൈപ്പ് മൂവ്മെൻ്റ് ആണ്? ഫങ്ഷണൽ പെക്യുലാരിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പറയാം ഇറ്റ് ഈസ് എ ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്.
കാരണം ഇത് സൈനോവിയൽ ജോയിന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ ഫ്രീലി മൂവബിൾ ജോയിന്റ് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. അല്ലെങ്കിലോ ഇത് എഴുതുക ഇത് അനുവദിക്കുന്നു ഫ്രീ റൊട്ടേറ്ററി മൂവ്മെന്റ് ഇൻ ഓൾ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലേക്കുള്ള ഫ്രീ റൊട്ടേറ്ററി മൂവ്മെന്റ് നടക്കും. നമ്മളെ കൈ ഇങ്ങനെ തിരിക്കാൻ കഴിയൂലേ, ഏത് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. സോ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ ഫ്രീലി മൂവബിൾ ജോയിന്റ് ആണ്. ഇറ്റ് അലോ ഫ്രീ റൊട്ടേറ്ററി മൂവ്മെന്റ് ഇൻ ഓൾ ഡയറക്ഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത ഒന്നാമത്തെ ജോയിന്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇനി ഇത് ഏത് ജോയിന്റ് ആണെന്ന് പറയൂ. ഇത് ഏത് ജോയിന്റ് ആണ്? അടിപൊളി, നമ്മുടെ കയ്യിലൊക്കെ കാണുന്ന ജോയിന്റ് അല്ലേ, കയ്യിലൊക്കെ കാണുന്ന ജോയിന്റ്. ഇതാണ് കൈമുട്ട് കാൽമുട്ടിലൊക്കെ കാണുന്ന ജോയിന്റ്. ഇതാണ് എന്ത്? ഇതും ഒരു സൈനോവിയൽ ജോയിന്റ് ആണ്. ഈ ജോയിന്റിന്റെ പേരാണ് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയും. ഹിഞ്ച് ജോയിന്റ് ആണ്. ഇനി ലൊക്കേഷൻ പറയൂ. നീ ജോയിന്റ് അല്ലെങ്കിൽ എൽബോ ജോയിന്റ് ഒക്കെ ലൊക്കേഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ ആണെന്നുള്ളതാണ്. ഇനി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഇത് ഏത് ടൈപ്പ് മൂവ്മെന്റാ? ഒന്നെങ്കിൽ ചെയ്താൽ ഇറ്റ് ഈസ് എ ഫ്രീലി മൂവബിൾ ജോയിന്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഇറ്റ് അലോസ് ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ്. നമ്മൾ കൈ എങ്ങനെ ഇങ്ങോട്ടാക്കാൻ കഴിയും, കൈ ഇങ്ങോട്ടാക്കാൻ കഴിയും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിജാഗിരി ഇല്ലേ, വാതിലിന്റെ വിജാഗിരി സന്ധി എന്നൊക്കെ തോന്നുന്നു ഇതിനെ മലയാളം. അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ കഴിയും. സോ ഇറ്റ് അലോ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ്. അപ്പൊ ഈ ജോയിന്റ് തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ പറയാം ഇറ്റ് ഈസ് എ ഹിഞ്ച് ജോയിന്റ്. ചിലപ്പോൾ സാറ് പറയും അതിന്റെ ലൊക്കേഷൻ മാത്രം എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ എഴുതാ നീ ജോയിന്റ് എന്നോ എൽബോ ജോയിന്റ് എന്നോ എഴുതാ. അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാ ഇറ്റ് ഈസ് എ ഫ്രീലി മൂവബിൾ ജോയിന്റ്, ഇറ്റ് അലോ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് എന്ന് പറയാം. എളുപ്പമല്ലേ? ഭയങ്കര ഈസി അല്ലേ? നമുക്ക് സുന്ദരമായിട്ട് ഫുൾ സ്കോർ ചെയ്യാൻ കഴിയും. ഇനി ചിലപ്പോൾ ഹിഞ്ച് ജോയിന്റ് ആയിരിക്കില്ലേ ചോദിക്കുക. ഇങ്ങനത്തെ ചിത്രം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതിൽ കാണുന്ന ചിത്രങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ, എൻ്റെ വീഡിയോയിൽ കാണുന്ന ചിത്രങ്ങളെല്ലാം ഗൂഗിളിൽ നിന്നെടുത്ത ചിത്രങ്ങളാണ്. നിങ്ങളുടെ സ്കൂളിലും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തത്. പക്ഷേ ഈ ചിത്രം ആകണമെന്നില്ല നിങ്ങളുടെ സ്കൂളിൽ കാണിക്കുന്നത്. ചിലപ്പോൾ ഹ്യൂമൻ സ്കെലിറ്റന്റെ മുകളിലായിരിക്കും ഇത് കാണിക്കുക, ചിലപ്പോൾ വേറെ ഇമേജുകളായിരിക്കും കാണിക്കുക. അപ്പം ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി ഏത് ടൈപ്പ് ജോയിന്റ് എന്ന് പഠിക്കുക. നോക്കൂ, ഇത് ഏത് ജോയിന്റാ? തല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് കാൾഡ് പൈവോട്ട് ജോയിന്റ്. എന്ത് ജോയിന്റ്? പൈവോട്ട് ജോയിന്റ്. ദ ഗിവൺ സൈനോവിയൽ ജോയിന്റ് ഈസ് പൈവോട്ട് ജോയിന്റ്. ഇനി ഇത് എവിടെ കാണുന്നു? ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. എന്ത് ഈ അറ്റ്ലസ് ആൻഡ് ആക്സിസ്? നമുക്കറിയാം നട്ടെല്ലുണ്ട് അല്ലെ, വെർട്ടിബ്രക്കോളം. വെർട്ടിബ്രക്കോളത്തിലെ ഓരോ എല്ലിനെയും വിളിക്കുന്ന പേര് വെർട്ടിബ്രേ എന്ന് പറയും. എന്ത്? വെർട്ടിബ്രേ. ഇതിൽ ആദ്യത്തെ വെർട്ടിബ്രയെ വിളിക്കുന്ന പേര് അറ്റ്ലസ്, രണ്ടാമത്തെ വെർട്ടിബ്രയുടെ പേരാണ് ആക്സിസ്. അപ്പൊ ഈ അറ്റ്ലസിന്റെ ആക്സിസിന്റെ ഇടയത്തെ ജോയിന്റ് ആണ് എന്ത് ജോയിന്റ് എന്ന് പറയുന്നത്? പൈവോട്ട് ജോയിന്റ്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് എന്താ? ലൊക്കേഷനും എക്സാമ്പിൾ പഠിച്ചു. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫംഗ്ഷണൽ peculiarity എന്താണ്? ഇറ്റ് ഈസ് എ ഫ്രീലി മൂവബിൾ ജോയിന്റ്. ഇറ്റ് അലോ ഫ്രീ റൊട്ടേറ്ററി മൂവ്മെന്റ് അറൌണ്ട് എ സിംഗിൾ ആക്സിസിലെ എത്താൻ അങ്ങോട്ടും ഇങ്ങനെ ഫ്രീ റൊട്ടേറ്ററി മൂവ്മെന്റിന് സഹായിക്കുന്നു. സോ ഈ ജോയിന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ നിങ്ങൾ പറയാം ഇത് പൈവോട്ട് ജോയിന്റ് ആണ്. അത് എവിടെയാണ് കാണുന്നത്? ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് ആണ്. ഇത് എന്ത് ടൈപ്പ് ജോയിന്റ് ആണ്? ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രീലി മൂവബിൾ ജോയിന്റ് എഴുതുക, അല്ലെങ്കിലോ ഇറ്റ് അലോ ഫ്രീ റൊട്ടേറ്ററി മൂവ്മെന്റ് അറൌണ്ട് എ സിംഗിൾ ആക്സിസ് എന്ന് എഴുതുക. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ 3 ജോയിന്റ് പഠിച്ചു. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് പഠിച്ചു, രണ്ടാമത്തെ ഹിഞ്ച് ജോയിന്റ് പഠിച്ചു, മൂന്നാമത്തത് പൈവോട്ട് ജോയിന്റ് പഠിച്ചു. ഇനി അടുത്ത ജോയിന്റ് നോക്കൂ, നാലാമത്തത്. ഇതേതാ മനസ്സിലായോ? നിങ്ങൾക്ക് ഏതെല്ലാം മനസ്സിലായി? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ചിത്രങ്ങളെല്ലാം നിങ്ങളുടെ സ്കൂളിലെ ചിത്രങ്ങൾ വെച്ച് പഠിക്കാം. ഓക്കെ, ഇത് നമ്മുടെ റിസ്റ്റിലെ എല്ലാണ്. റിസ്റ്റ് എന്ന് മനസ്സിലായില്ലേ? റിസ്റ്റിലെ എല്ലുകളാണ്. ഈ എല്ലുകളെ വിളിക്കുന്ന പേരാണ് കാർപ്പൽസ് എന്ന് പറയും. എന്ത്? കാർപ്പൽസ് എന്ന് പറയും. അപ്പൊ ഈ കാർപ്പലിന്റെ ഇടയത്തെ ജോയിന്റിനെ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ എന്തെന്ന് പറയുന്നത് അറിയോ? ഏതാണ്? ഗ്ലൈഡിങ് ജോയിന്റ് എന്ന് പറയും. എന്ത്? ഓക്കെ, ഇത് എന്ത് ജോയിന്റ് ആണ്? ഗ്ലൈഡിങ് ജോയിന്റ് ആണ്. എവിടെ കാണുന്നു? ബിറ്റ്വീൻ കാർപ്പൽ ആണ് റിസ്റ്റ് ബോൺ എന്ന് പറയും, അല്ലെങ്കിൽ ബിറ്റ്വീൻ ടാർസൽ. ഇത് തെറ്റാണ്. ടാർസൽ. എന്ത്? ടാർസൽ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബോണുകളാണ്. ആംഗിൾ ബോണിൽ കാണുന്നു, അല്ലെങ്കിൽ റിസ്റ്റ് ജോയിൻ എന്ന് പറയും, അല്ലെങ്കിൽ ആംഗിൾ ജോയിൻ. അവിടുത്തെ എല്ലുകളിലൊക്കെയാണ് ഏത് കാണുന്നത്? ഈ ഗ്ലൈഡിങ് ജോയിൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ദ ഗിവൺ ജോയിന്റ് ഈസ് എന്ത് ജോയിന്റ്? ഗ്ലൈഡിങ് ജോയിന്റ് ആണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ കാർപ്പൽസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ടാർസൽ. കാലിലെ ആംഗിളിൽ കാണുന്ന ജോയിന്റ് ടാർസൽ. അപ്പോൾ ഒന്നെങ്കിൽ ബിറ്റ്വീൻ കാർപ്പൽ അല്ലെങ്കിൽ ബിറ്റ്വീൻ ടാർസൽ, ആ ജോയിന്റുകളാണ് ഗ്ലൈഡിങ് ജോയിന്റ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും, റിസ്റ്റ് ജോയിന്റ് അല്ലെങ്കിൽ ആംഗിൾ ജോയിന്റ് എന്ന് പറഞ്ഞാലും ഗ്ലൈഡിങ് ജോയിന്റുകളാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് ഈസ് എ ഫ്രീലി മൂവബിൾ ജോയിന്റ്, അല്ലെങ്കിലോ ഇറ്റ് അലോ ഫ്രീ ഗ്ലൈഡിങ് റൊട്ടേറ്ററി മൂവ്മെന്റ്. ഇത് എന്ത് റൊട്ടേറ്ററി മൂവ്മെന്റ് കാണിക്കും? ഗ്ലൈഡിങ് റൊട്ടേറ്ററി മൂവ്മെന്റ് ജോയിന്റുകൾ കാണിക്കും. തെന്നി നീങ്ങൽ എന്ന് പറയുന്ന സംഭവം കാണിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ് സുഹൃത്തുക്കളെ? ജോയിന്റുകളെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ? അത് ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ പഠിക്കണം. അപ്പോൾ എക്സാം വളരെ ഈസി ആയിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാ?
ഇൻവെർട്ടിബ്രേ എല്ലാ വർഷവും ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പം അറിയോ നമ്മുടെ എല്ലുകളിലെ ഈ എന്താ ജോയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ബോൺസ് ഓർ ബോൺ ആൻഡ് കാർട്ടിലേജ് എന്നാണ്. രണ്ട് എല്ലുകൾക്കിടയിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിൻ്റെ പേരാണ് സൈനോവിൽ ക്യാവിറ്റി. അതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് സൈനോവിൽ ഫ്ലൂയിഡ്. ആ സൈനോവിൽ ഫ്ലൂയിഡ് എന്തിനു വേണ്ടിയാണ്? ഫ്രിക്ഷൻ കുറക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ടൈപ്പ് ജോയിന്റുകളെ വിളിക്കുന്ന പേര് സൈനോവിൽ ജോയിൻ എന്ന് പറയും. സൈനോവിൽ ജോയിൻ ഈസ് എ ഫ്രീലി മൂവബിൾ ജോയിൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തത് ഏതൊക്കെ സൈനോവിൽ ജോയിന്റ് പഠിക്കാറുണ്ട്? ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച്, പൈവോട്ട്, ഗ്ലൈഡിങ്. എന്തൊക്കെ ചോദിക്കും? ആ ജോയിന്റിന്റെ ചിത്രം കണ്ടിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. രണ്ടാമത്തത് സാറ് പറയും നിങ്ങൾ അതിന്റെ ലൊക്കേഷൻ ഏതു എന്ന് പറയും. ചിലപ്പോൾ ലൊക്കേഷൻ ചോദിച്ചാലും എക്സാമ്പിൾ ചോദിച്ചാലും നിങ്ങൾ ഒന്ന് എഴുതിയാലും കുഴപ്പമില്ല. ചിലപ്പോൾ ചോദിക്കും അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് അത് എന്ത് ടൈപ്പ് മൂവ്മെന്റ് കാണിക്കുന്നു എന്ന് നിങ്ങൾ എഴുതിയാൽ മതി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പറ ഞാനിപ്പോൾ ചിത്രം കാണിക്കും, ഇത് ഏത് ടൈപ്പ് ജോയിന്റ് ആണെന്ന് പറയൂ. അതെ, ഇത് എന്ത് ടൈപ്പാണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. എവിടെ കാണുന്നു? നമുക്കറിയാം ഷോൾഡർ ജോയിന്റിൽ കാണാം, അല്ലെങ്കിൽ ഹിപ്പ് ജോയിന്റിൽ കാണാം. ഇത് എന്ത് ടൈപ്പ് മൂവ്മെന്റ് കാണിക്കുക? ഫ്രീ റൊട്ടേറ്ററി മൂവ്മെന്റ് ഇൻ ഓൾ ഡയറക്ഷൻ അല്ലേ? അതെ, അല്ലെങ്കിൽ ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗേർഡിൽ എഴുതാം, അല്ലെങ്കിൽ ഫീമർ ആൻഡ് പെൽവിക് ഗേർഡിൽ നിന്നൊക്കെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത് ഇത് ഏത് ജോയിന്റാ? നമുക്കറിയാം ഇത് എന്ത് ജോയിന്റാ? ഹിഞ്ച് ജോയിന്റ് ആണ്. പിന്നെ ഇത് എവിടെയൊക്കെ കാണും? നീ ജോയിന്റ് അല്ലെങ്കിൽ എൽബോ ജോയിന്റ്. എക്സാമ്പിൾ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് ടൈപ്പ്? ഇറ്റ് അലോസ് ടു ആൻഡ് ഫ്രോം മൂവ്മെന്റ് അല്ലെ? ഇറ്റ് അലോ ടു ആൻഡ് ഫ്രോം മൂവ്മെന്റ്. അടുത്ത് ഇത് ഏതാണ്? ഇത് നമുക്കറിയാം നട്ടിനകത്തുള്ള ആദ്യത്തെ രണ്ട് എല്ലുകൾക്കടുത്ത ജോയിന്റ്. ഇത് പൈവോട്ട് ജോയിന്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് അല്ലെ? ഇത് എന്ത് ടൈപ്പ് മൂവ്മെന്റ് അല്ലോ? ഇറ്റ് ഈസ് എ ഫ്രീലി മൂവബിൾ ജോയിന്റ് ആണ്. ഇറ്റ് അലോ ഫ്രീ റൊട്ടേറ്ററി മൂവ്മെന്റ് അറൌണ്ട് എ സിംഗിൾ ആക്സിസ്. നാലാമത്തത് ഇതേതാണ്? റിസ്റ്റ് ബോൺ അല്ലെ? കാർപ്പൽ എന്ന് പറയുന്ന എല്ലാണ്. അപ്പോൾ 8 എല്ലുകളുണ്ട് കാർപ്പൽസ് അല്ലെ? ടാർസൽ എത്ര എല്ലുണ്ട്? 7 എല്ലുകളേ ഉള്ളൂ. അപ്പോൾ ഇത് ഏത് ജോയിന്റാ? പറയൂ. ഈ ജോയിന്റിന്റെ പേരാണ് എന്ത്? ഗ്ലൈഡിങ് ജോയിന്റ് എന്ന് പറയും. ഇതെവിടെ കാണും? ബിറ്റ്വീൻ കാർപ്പലോ അല്ലെങ്കിൽ ബിറ്റ്വീൻ ടാർസലോ എന്ന് പറയാം, അല്ലെങ്കിൽ റിസ്റ്റ് ജോയിന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ആംഗിൾ ജോയിന്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ ഫ്രീലി മൂവബിൾ ജോയിന്റ്. ഇറ്റ് ആലോ ഫ്രീ റൊട്ടേറ്ററി മൂവ്മെന്റ്. അപ്പോൾ ഈ 4 ജോയിന്റുകളും പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും? ജോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്താൽ 1/2 മാർക്ക്, അതിന്റെ ലൊക്കേഷനോ എക്സാമ്പിളോ ഇമ്പോർട്ടൻസ് ചെയ്താൽ 1/2 മാർക്ക്, അങ്ങനെ 1 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക. ഓക്കെ, ഇതോടുകൂടി ഈ വീഡിയോ ലെസൺ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രാക്ടിക്കൽ പരീക്ഷയുടെ അടുത്ത ചോദ്യമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ടേക്ക് കെയർ, ബൈ.